മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി കൂടിയാട്ടം കലാകാരിയെന്നും നങ്ങ്യാർകൂത്ത് കലാകാരിയെന്നും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കലാമണ്ഡലം കൃഷ്ണേന്ദു ആണ്. കൃഷ്ണേന്ദുവിൻ്റെ വിശേഷങ്ങൾ, നങ്ങ്യാർകൂത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഒക്കെ നമുക്കറിയാം. മോർണിംഗ് റിപ്പോർട്ടറിൽ കൃഷ്ണേന്ദു, സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ്, കാരണം എത്ര പേർക്ക് അറിയാമെന്നറിയില്ല നങ്ങ്യാർകൂത്തിനെ കുറിച്ച്, എന്താണ് നങ്ങ്യാർകൂത്ത്? നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കൃത നാടക അഭിനയമായിട്ടുള്ള കൂടിയാട്ടത്തിൻ്റെ തന്നെ കൂടിയാട്ടത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതെന്ന് തന്നെ പറയാം. മറ്റൊരു സ്ത്രീ രംഗ കലയാണ് നങ്ങ്യാർകൂത്ത്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ത്രീകളായിട്ടുള്ള നങ്ങ്യാർ, ഇന്ന് കൂടിയാട്ട നടികൾ എന്ന് വിശേഷിപ്പിക്കണം. അവർ സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന, അവരൊറ്റയ്ക്ക് അഭിനയിച്ച് ചെയ്യുന്ന കലയാണ് നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നത്. എന്താണ് ഈ നങ്ങ്യാർകൂത്തിൻ്റെ ഒരു ചരിത്രം, അതും കൂടി അറിഞ്ഞാൽ? ചരിത്രം അതിനു മുമ്പ് ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് ഈ വേഷം ധരിച്ചതിന് ശേഷം ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇതുപോലെയുള്ള കലകളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് കുറച്ചൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. ഇത് നിയമത്തിൽ വരുന്നതല്ല. വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ അത് കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങൾ മാത്രമേ ആകാവുന്നതാണ്. ഇങ്ങനെ സംസാരം എന്നുള്ളത് നിയമത്തിൽ വരുന്നതല്ല. എങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കലയുടെ ഒരു പ്രചാരണാർത്ഥം ഇതിങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളൂ. നങ്ങ്യാർകൂത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞത് എന്നാണത് കൃത്യമായിട്ട് ഉത്ഭവിച്ചത് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ തക്ക രേഖകളൊന്നുമില്ല. നൂറ്റാണ്ടുകളായിട്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ നങ്ങ്യാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ വഴിപാടായിട്ട് അവതരിപ്പിച്ചു വന്നിരുന്ന കലയാണ്. അതിന് മുമ്പ് തന്നെ നമുക്കൊരു ചരിത്ര പശ്ചാത്തലം പറയുകയാണെങ്കിൽ സംഘകാലം മുതൽക്ക് തന്നെ നമുക്ക് പ്രാചീന തമിഴകം, ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രാചീന തമിഴകത്ത് സ്ത്രീ രംഗവേദി നിലവിലിരുന്നു എന്നതിന് നമുക്ക് സാഹിത്യകൃതികളും അതിനുശേഷം സംഘകാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ശിലാലിഖിതങ്ങൾ, ശാസനങ്ങൾ മുതലായവയിൽ നിന്ന് തെളിവുകളുണ്ട്. അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് തന്നെ ആവണം നങ്ങ്യാർകൂത്തിൻ്റെ ഉത്ഭവം കേരളീയ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വേണം അനുമാനിക്കാൻ. കൃത്യമായിട്ട് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ട് പറയാവുന്ന രേഖകളൊന്നും കിട്ടിയിട്ടില്ല. ഈ ചാക്യാർ കൂത്തിൽ നിന്നും എങ്ങനെയാണ് നങ്ങ്യാർ കൂത്ത് വ്യത്യസ്തമാകുന്നത്? ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കൂടിയാട്ടത്തിലെ വിദൂഷക വേഷം അഭിനയിക്കുന്ന ചാക്യാർ, അതായത് നടന്മാർ പുരാണ പ്രബന്ധങ്ങൾ തിരഞ്ഞെടുത്ത് അവയിൽ നിന്ന് ചില ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മലയാള ഭാഷയിലും കൂടി സംസ്കൃതത്തിൽ ചൊല്ലിയതിന് ശേഷം മലയാള ഭാഷയിൽ കഥ വിവരിക്കുന്നതാണ്, കഥാപ്രസംഗം തന്നെയാണ് ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. നങ്ങ്യാർ കൂത്ത് കഥാഖ്യാനം തന്നെയാണെങ്കിൽ അത് പറയുക എന്നുള്ളതല്ല, അഭിനയിക്കുകയാണ്. പുരാണ കഥകൾ, അത് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ചരിതം, കുലശേഖരൻ്റെ സുഭദ്രാ ധനഞ്ജയം നാടകത്തിലെ ചേടി കൽപ്പലതിക എന്ന കഥാപാത്രത്തിൻ്റെ നിർവഹണം, അതായത് പൂർവ്വകഥ, ഫ്ലാഷ് ബാക്ക് അഭിനയിക്കുക എന്ന് പുതിയ ഭാഷയിൽ പറയാം. ആ കഥ നിർവഹണമായിട്ട് ശ്രീകൃഷ്ണൻ്റെ കഥകൾ തുടർച്ചയായിട്ട് അഭിനയിക്കുന്നതാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ കഥകളാണ് നങ്ങ്യാർകൂത്തിൽ അവതരിപ്പിക്കുക. അടുത്ത കാലം വരെ ശ്രീകൃഷ്ണ കഥകൾ മാത്രം, ശ്രീകൃഷ്ണ ചരിതം, നങ്ങ്യാർകൂത്ത് മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ട് വന്നിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ശ്രീരാമ കഥകളും തെരഞ്ഞെടുത്ത പുരാണ കഥകളും അത് അഭിനയിക്കുകയാണ്. കഥ പറയുക ചാക്യാർകൂത്തും, കഥ അഭിനയിക്കുക നങ്ങ്യാർകൂത്തും. അതാണ് വ്യത്യാസം. ഈ ശ്രീകൃഷ്ണ ചരിതമൊക്കെ മുഴുവനായി ഇപ്പോൾ അവതരിപ്പിക്കപ്പെടാറുണ്ട്. അത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ചരിതത്തിലെ മധുര രാജധാനി ഉണ്ടാകുന്നത് മുതൽ കൃഷ്ണൻ്റെ ജനനം, ബലരാമൻ്റെ ജനനം, കൃഷ്ണൻ്റെ ജനനം, തുടങ്ങിയിട്ട് സുഭദ്രയുടെ ജനനം, സുഭദ്ര അർജുന അനുരാഗം, സുഭദ്രയെ അർജുനൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും കൃഷ്ണൻ അതിനെ മൗനമായിട്ട് സമ്മതിക്കുന്നതും, അങ്ങനെ ആ വിവാഹം വരെ സുഭദ്ര അപഹരണം എന്നാണ് പറയുക. ദുര്യോധനൻ പറഞ്ഞയച്ചിട്ടുള്ള ഒരു ഭൂതം ദുര്യോധനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. തിരിച്ച് കൃഷ്ണൻ്റെ നിയോഗം, കൃഷ്ണൻ പറഞ്ഞയച്ചിട്ട് ഗരുഡൻ വന്ന് സുഭദ്രയെ രക്ഷിക്കുന്നു. അതുവരെയുള്ള കഥാഭാഗം. അപ്പം മധുര ഉൽപ്പത്തി മുതൽ സുഭദ്ര അപഹരണം വരെ എന്നാണ് കഥയുടെ. എന്താണ് ഈ നങ്ങ്യാർകൂത്തിന്റെ ഭാവം? നമ്മളിങ്ങനെ പറയാറുണ്ട് മോഹിനിയാട്ടത്തിന് ലാസ്യം അല്ലെങ്കിൽ. നങ്ങ്യാർകൂത്തിൽ നവരസങ്ങളും വളരെ ശക്തമായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള കലയാണ്. ഈ ശ്രീകൃഷ്ണ ചരിത്രത്തിൽ തന്നെ നവരസങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു വരുന്നു. എങ്കിൽ കൂടുതൽ എനിക്ക് പ്രണയത്തിനൊക്കെയാണോ കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് രാസക്രീഡ ചില ഭാഗങ്ങൾ, അത് ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണന്റെ ജനനം, പൂതനാമോക്ഷമൊക്കെ വരുമ്പോൾ ഒരു വാത്സല്യം, അതുപോലെ കൃഷ്ണലീല, ബാലലീല വരുമ്പോൾ കൃഷ്ണന്റെ കുസൃതികൾ, അതുപോലെ രാസക്രീഡ വരുമ്പോൾ ശൃംഗാരം, കംസവധം പോലുള്ള ഭാഗങ്ങളിൽ രൗദ്രം, അങ്ങനെ എല്ലാ നവരസങ്ങളും മുഴുവൻ ഒരേപോലെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നിലനിൽക്കുന്ന കലയാണ്. ഏതായാലും നമുക്ക് വേണ്ടിയിട്ട് ഏത് ഭാഗം, ഏത് കഥയാണ്
ഇപ്പം ഞാനൊരു കഥ നങ്ങ്യാർകൂത്തിലെ ചെറിയൊരു മണ്ടുകൾ മധുപാനം ചെയ്യുന്ന ഒരു ഭാഗം മാത്രം ഞാൻ അവതരിപ്പിക്കുക. അത് ഒരു കൂടിയാട്ടത്തിലെ ഒരു അഭിനയ വിശേഷം, വണ്ടുകളുടെ മധുപാനം എന്നാണ് പറയുന്നത്. അത് വണ്ടുകൾ പറന്നു വന്ന് പൂക്കളിലിരുന്ന് തേൻ കുടിക്കുക, അതിനുശേഷം ഇണയെ കണ്ട് ഇണയ്ക്ക് തേൻ കൊടുക്കുക, ഇണയായിട്ട് അത് സ്വീകരിക്കുക, ഇരുവരും പറന്നു പോവുക. ഇത് പ്രത്യേകിച്ച് ഒരു കഥയിൽ വരുന്ന അഭിനയ ഭാഗമല്ല. ഇത് കഥ സന്ദർഭം അനുസരിച്ച് ഓരോ കഥയിലും കൂട്ടിച്ചേർത്ത് അഭിനയിക്കുക. ആശ്രമ വർണ്ണന, വനവർണ്ണന, ഉദ്യാന വർണ്ണന, അങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ ഏത് കഥയിൽ വേണമെങ്കിലും കൂട്ടിച്ചേർത്ത് അഭിനയിക്കാവുന്ന കൂടിയാട്ടത്തിലെ ഒരു അഭിനയ വിശേഷമാണ് വണ്ടുകളുടെ മധുപാനം എന്നുള്ളത്. അതൊന്ന് ചെറുതായിട്ട് അവതരിപ്പിക്കാം. ഓക്കെ.
ചാക്യാർ കൂത്തിൽ നിന്ന് ചാക്യാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി നങ്ങ്യാരന്മാരോ അല്ലെങ്കിൽ നങ്ങ്യാർ കൂത്തിലോ ഭാവാഭിനയത്തിൻ്റെ അതിസൂക്ഷ്മതകളിലേക്ക് കടക്കുന്നു എന്നൊരു പ്രത്യേകത തന്നെയാണ് എനിക്ക് തോന്നിയപ്പോൾ. ചാക്യാർ കൂത്തില് വാചികമായിട്ട് വാക്കുകൊണ്ടുള്ള അഭിനയത്തിനാണ് വാചികാഭിനയം എന്നാണ് അതിന് പറയുക സാങ്കേതികമായിട്ട്. വാക്ക് പറയുക ആഖ്യാനം ചെയ്യൽ തന്നെയാണ്. നങ്ങ്യാർ കൂത്തില് അത് അഭിനയിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിന് ചതുർവിധ അഭിനയങ്ങൾ എന്ന് പറയും. 4 തരത്തിലുള്ള അഭിനയങ്ങൾ ഉപയോഗിച്ച് അത് അഭിനയിച്ച് കാണിക്കുക തന്നെയാണ്. നേരത്തെ കൃഷ്ണേന്ദു പറയുന്നുണ്ടായിരുന്നു ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഷ്ഠാനങ്ങൾ. അതെ, അത് തീർച്ചയായിട്ടും അമ്പലം ഞാൻ സൂചിപ്പിച്ചു. വഴിപാടായിട്ട് അവർ വളരെ ഭക്തിയോടുകൂടി വഴിപാട് ആയിട്ട് ഭഗവാന് വേണ്ടി സമർപ്പിച്ച് അവതരിപ്പിച്ചിരുന്ന കലയാണ്. അത് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ അത് പൊതുവേദിയിൽ ഇതര സമുദായക്കാർ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ തികച്ചും ഭഗവാന് വേണ്ടി അവർ വളരെ ശുദ്ധമായിട്ട് വളരെ അനുഷ്ഠാനമായി ക്ഷേത്രാചാരമായിട്ട് നടത്തി വന്നിരുന്ന കലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇതിന് ഏറെയാണ്. എന്തൊക്കെയാണ് അനുഷ്ഠാനങ്ങൾ? എന്തൊക്കെയാണ് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ? ഒന്ന്, കുളിച്ച് ശുദ്ധമായി വന്ന് തലയിൽ കെട്ടുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ഒരു ചുവപ്പ് തുണി മന്ത്രജപത്തോട് കൂടിയിട്ട് അത് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് വേണം, ഉച്ച തിരിഞ്ഞിട്ടാണെങ്കിൽ പടിഞ്ഞാട്ട്, സൂര്യൻ അഭിമുഖമായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ നിയമം. അങ്ങനെ ഇരുന്ന് ഈ ചുവപ്പ് തുണി തലയിൽ കെട്ടലാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പടി. ആ തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രമായിട്ട് നമ്മൾ മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ഞങ്ങൾ തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ളൂ. അങ്ങനെ മേക്കപ്പ് നമ്മൾ തുടങ്ങുന്നത് മുതൽ കഥാപാത്രമായിട്ട് മാറി അവതരണം കഴിയുന്നത് വരെ വളരെ ഓരോന്നും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് അവതരിപ്പിച്ച് വന്നിരുന്ന കലയാണ്. ഇന്നും പൊതുവേദിയിലാണെങ്കിലും ഞങ്ങൾ ഈ നിയമങ്ങളെല്ലാം പരമാവധി പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നതും. ഈ വേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ വേഷത്തിനും അനുസരിച്ച് ഈ രൂപം മാറുന്നില്ലല്ലോ. ഇല്ല, ഈ വേഷം ഒന്ന് അപ്പോൾ ഇതൊരു നടി എന്നുള്ളതാണ്. നങ്ങ്യാർകൂത്ത് കഥ പറയലാണെന്ന് ഞാൻ പറഞ്ഞു. കൂടിയാട്ടത്തിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിൽ നാടകം അഭിനയിക്കലാണ്. അപ്പോൾ ഒരു കഥാപാത്രം, ഒരു ലളിതയാണോ ഒരു സീതയാകട്ടെ, ആ കഥാപാത്രത്തിൻ്റെ വേഷത്തിൽ ആ കഥാപാത്രമായിട്ടാണ് നമ്മൾ രംഗത്ത് പ്രവേശിക്കുന്നത്. പക്ഷെ നങ്ങ്യാർകൂത്താവുമ്പോൾ കഥ പറയുന്ന ഒരു അവതാരിക എന്നുള്ള നിലയിലാണ്. അപ്പോൾ പല കഥാപാത്രങ്ങളായിട്ടും ഇത് ഈ നടിയുടെ വേഷമാണ്. ഈ നടി ഈ വേഷത്തിൽ നിന്നുകൊണ്ട് തന്നെ പല കഥാപാത്രം, ഇപ്പോൾ തന്നെ വണ്ടായിട്ട് അഭിനയിച്ചു, വണ്ടിൻ്റെ ഇണയായിട്ടുള്ള പെൺവണ്ടായിട്ട് അഭിനയിച്ചു, ഇത് കാണുന്ന ഒരു നടിയായിട്ട് ആദ്യം അഭിനയിച്ചു. ഇങ്ങനെ മാറി മാറി പല കഥാപാത്രങ്ങളായിട്ടും മാറി ഈ നടി ഈ ആഹാര്യം തന്നെയാണ് പറയുക. വേഷഭൂഷാദികൾക്ക് ഇതിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. ഈ വേഷം അല്ലെങ്കിൽ ഈ രൂപം അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ദേവി ഭഗവതി രൂപമോ ഭാവമോ ഒക്കെ തോന്നുന്നുണ്ട്. അതെ, ഭഗവതിയുടെ ഒരു പ്രതീകം തന്നെ ആവണം. അത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുന്നത് ഇത് ഈ രീതിയിലായിരുന്നില്ല പഴയ നങ്ങ്യാർകൂത്തിൻ്റെ വേഷവിധാനങ്ങൾക്ക്. ശരീരനായിട്ടുള്ള ശ്രീ പൈങ്കുളൻ ആമിച്ചേക്കാർ ആശാനോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഈ സ്ത്രീവേഷത്തെ, കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തെ ഇങ്ങനെ ഒരു രീതിയിൽ മാറ്റിയെടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തന്നെയാണ്. പഴയ രൂപത്തിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. ഈ കൃഷ്ണേന്ദു എത്ര വർഷമായി ഈ? ഞാൻ 97 കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം പിന്നെ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഈ രംഗത്ത് തന്നെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കലാരൂപം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം? അത് കലാമണ്ഡലത്തിൽ പഠിക്കുക എന്നുള്ളതാണ് മോഹം ഉണ്ടായിരുന്നത്. കാരണം ഈ കലാരൂപത്തെക്കുറിച്ച് പഠിക്കാൻ ചേരുന്ന സമയത്ത് ഒന്നും അറിയില്ല, കേട്ടിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. കലാമണ്ഡലത്തിൽ പഠിക്കണം എന്നുള്ള മോഹം കൊണ്ട് വന്നു. കലാമണ്ഡലത്തിൽ അഡ്മിഷൻ കിട്ടിയത് കൂടിയാട്ടത്തിനാണ്. അങ്ങനെ കൂടിയാട്ടം പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ചു തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ കലയെക്കുറിച്ച് മനസ്സിലാക്കും തോറും അതിനോടുള്ള ഒരു ആകാംക്ഷ കൂടി വരികയാണ് ഉണ്ടായത്. ഇന്നും അത് അങ്ങനെ നിലനിന്ന് പോകുന്നു. അങ്ങനെ ഈ കലയോട് താല്പര്യം ഉണ്ടായതാണ്. അല്ലാതെ കലയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടോ കണ്ടിട്ടോ വന്ന് ചേർന്നതല്ല. എത്രത്തോളം ഈ നങ്ങ്യാർകൂത്തിന് ഇപ്പോഴും കലാമണ്ഡലത്തിൽ നിരവധി വിദ്യാർത്ഥികൾ വരുന്നുണ്ടല്ലോ? 35-40 കുട്ടികളോളം ഉണ്ട് നങ്ങ്യാർകൂത്ത് പഠിക്കും. ഇതിപ്പോൾ ഒരു ക്ഷേത്ര കല എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊന്നും അത്രക്കില്ല. ഇപ്പോൾ വടക്കാട് ക്ഷേത്രത്തിൽ പലപ്പോഴും അവതരിപ്പിച്ച് കണ്ടിട്ടുമില്ല നങ്ങ്യാർകൂത്ത്. മറ്റെവിടെയും അധികം കേട്ടിട്ടില്ല. എവിടെയാണ് ഇപ്പോൾ ഇതിന്റെ സ്പേസ്? നിങ്ങൾക്ക് കിട്ടുന്ന വേദികൾ പൊതുവേദിയിലാണ്. അധികം പൊതുവേദിയിൽ ഇത് അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്കോ അങ്ങനെ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ നൃത്ത പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് പോലെ പൊതുവേദിയിലാണ് അവസരങ്ങൾ. ക്ഷേത്രങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. അത് അടിയന്തരമായിട്ട് നങ്ങ്യാരമ്മമാർ തന്നെയാണ്. പൊതുവേദിയിലാണ് നമ്മളെല്ലാം പരിപാടികൾ അവതരിപ്പിക്കുന്നത്.
പിന്നെ നമ്മൾ സ്വയം അവസരങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വയം വേദികൾ കണ്ടെത്തി അവതരണങ്ങൾ നടത്തി നമ്മുടെ വേറെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് സാമ്പത്തിക ലാഭമൊന്നും ഇല്ലാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ട് നമ്മൾ അവതരണങ്ങൾ നമുക്ക് പഠിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമുക്ക് പഠിച്ച രംഗത്ത് പ്രയോഗിക്കാനൊരു അവസരം എന്നുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീകൃഷ്ണ ചരിതം കഥ മുഴുവൻ. അപ്പോൾ മുഴുവനായിട്ടൊരു പഠിക്കാനോ അവതരിപ്പിക്കാനോ ഉള്ള ഒരു അവസരം ക്ഷേത്രങ്ങളിൽ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇത് പഠിക്കേണ്ടി വന്നിട്ടില്ല, അവതരിപ്പിക്കേണ്ടി വന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഇത് സമ്പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ച് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള യുവതലമുറയിൽപ്പെട്ട കലാകാരികൾ സ്വയം വേദികൾ തിരഞ്ഞെടുത്ത് സ്വന്തമായിട്ട് അവതരിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അവതരിപ്പിച്ച് വരുന്നു. ഒരു 10-15 അവതരണങ്ങൾ കഴിഞ്ഞു. ഇനിയും അനവധി അവതരണങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവുകയുള്ളൂ. എന്തൊക്കെ വാദ്യങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്? വാദ്യങ്ങൾ പ്രധാനമായിട്ടും മിഴാവ് ആണ് പ്രധാന വാദ്യം. പിന്നെ ഇടയ്ക്ക, അതുപോലെ കുഴിത്താളം, ശംഖ്. പണ്ട് കാലങ്ങളിൽ കുറുങ്കുഴലും കൂടി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അത് അധികം പതിവില്ല. കുഴിത്താളവും ശംഖും കൂടി, ഇത് രണ്ടും കൂടാതെ കുഴിത്താളവും ശംഖും കൂടി ഉപയോഗിച്ചിട്ടാണ് നങ്ങ്യാർകൂത്ത്. നമ്മുടെ ഈ കലാരൂപങ്ങളൊക്കെ ഇന്ന് വലിയ രീതിയിൽ ഈ ഇത്തരം കലാരൂപങ്ങളൊക്കെ ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, സാർവത്രികമാകുന്നു, ഭയങ്കര ഡെമോക്രാറ്റിക് ആവുന്ന ഒരു ഘട്ടം. അപ്പോഴും നിങ്ങളെപ്പോലുള്ള കലാകാരികൾക്ക്, കലാകാരന്മാർക്ക് ഇത്തരം ആചാരപരമായ കാരണങ്ങൾ കൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് തിരികെ കയറാൻ പറ്റാത്തൊരു സാഹചര്യം അതിപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അതിൽ ഇത്തരത്തിലൊരു മോഹമുണ്ടോ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത്? അങ്ങനെ ഇല്ല. കാരണം അത് അവരുടെ വിശ്വാസം. അത് നമ്മളുടെ മോഹം കൊണ്ട് ഇടിച്ചു കയറിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും എനിക്കില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് വിശാലമായൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇത് അടിസ്ഥാനമായിട്ട് പഠിച്ച കലാകാരന്മാരെ കൂടി ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാണ്. അത് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസം. അല്ലാതെ നമുക്ക് നിർബന്ധമായിട്ടും കൂത്തമ്പലത്തിൽ കയറി എനിക്ക് അവതരിപ്പിക്കണം എന്നുള്ളൊരു മോഹമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കലാകാരി സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾക്കൊക്കെ അത്രയധികം അത് വളരെ ശോചനീയമായിട്ട് നമുക്ക് സൂചിപ്പിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ആളുകൾ കുറവായത് കൊണ്ട് തന്നെ വേണ്ടും വിധം പഠിക്കാതെ ഈ സമുദായത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ക്ഷേത്രത്തിനകത്ത് കയറി ഇത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ഒരു കലയുടെ ഒരു കലാമൂല്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണതയാണ്. അതൊരു സങ്കടമുണ്ട് കലാകാരി എന്നുള്ള നിലയിൽ. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നാളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, സമ്പൂർണ്ണമായിട്ട് ഞാൻ ശ്രീകൃഷ്ണ ചരിതം അവതരിപ്പിക്കുന്നു. നാളെ ഗവേഷണം ഈ കൂടിയാട്ടത്തിൽ നടത്തി വരുന്ന ഒരു ഗവേഷണ വിദ്യാർത്ഥിനി കൂടിയാണ് ഞാൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും അതല്ലാതെയും പുതിയ അവതരണങ്ങൾ, സാധ്യതയുള്ള പുതിയ ഭാഗങ്ങൾ തെരഞ്ഞു പിടിച്ച് പുതിയ അവതരണങ്ങൾ നടത്തി കുറച്ചുകൂടി എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഈ കലയിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ തീർച്ചയായിട്ടും മനസ്സുണ്ട്. കുട്ടികൾ താല്പര്യത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് എന്നാലാവുന്ന വിധം ഇതിന് പകർന്നു കൊടുക്കണം എന്നുള്ള മോഹം കൂടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ നങ്ങ്യാർകൂത്തിൽ പലപ്പോഴും ഇപ്പം നങ്ങ്യാർകൂത്തിന് അല്ലെങ്കിൽ വളരെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് കലാകാരികൾ കടന്നു വരുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചില അനുഷ്ഠാനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ വേഷം കെട്ടിയാൽ സംസാരിക്കാൻ പാടില്ല, ഇതിലൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? അത് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കതിനെ ബ്രേക്ക് ചെയ്യാൻ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഇതിപ്പോൾ ഞാനിത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഈ പറയും പോലെ കാലാനുസൃതമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കലയെ പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് ചെയ്യുന്നുവെന്നേ ഉള്ളൂ. പക്ഷേ വിശ്വാസം ഒരു ഭക്തിയുടെ ഒരു രീതിയിൽ തുറന്നു വന്നിരുന്നുകൊണ്ട് അത് മാറും. സ്വാഭാവികമായിട്ടും മാറ്റം വരും. പക്ഷെ മാറ്റം വരാൻ കുറച്ച് താമസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. എനിക്ക് ഈ കലാകാരെ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കലാമണ്ഡലം ധനരാജൻ. ഞാൻ 10-25 വർഷമായിട്ട് മിഴാവ് കലാകാരനായി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ കലാമണ്ഡലം സുകുമാരൻ. കഥകളി ചുട്ടി ആണ് ഞാൻ പഠിച്ചത്. പിന്നെ ഇടയ്ക്കോടുള്ള താല്പര്യം കൊണ്ട് ഇറങ്ങിയാണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് ഇടയ്ക്കയിലും ചുട്ടിയിലും, 25 വർഷമായി ചുട്ടിയിലും ഉണ്ട്, 15 വർഷമായിട്ട് ഇടയ്ക്കും ആയിട്ട്. എൻ്റെ പേര് കലാമണ്ഡലം വിപിൻ. ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് മിഴാവിൽ ഡിഗ്രി വരെ ഉള്ള കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ കലാമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തോളമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു.
അപ്പോൾ കൃഷ്ണേന്ദു ഒരു പെർഫോമൻസ് കഴിഞ്ഞു, നമുക്ക് ഒരു പെർഫോമൻസ് കൂടി കാണാൻ. ഇനി കൂടിയാട്ടത്തിലെ സ്ത്രീവേഷത്തിൻ്റെ ഒരു ഭാഗം ചെയ്യാം. അത് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമാണ് ശൂർപ്പണഖാംഗം എന്നുള്ള നാടകത്തിലെ ലളിത. ശൂർപ്പണഖ സുന്ദരി രൂപം ധരിച്ച് ശ്രീരാമൻ്റെ അടുത്തെത്തുന്നതാണ്. ആ ലളിതയുടെ ഒരു വാക്യം ചൊല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് അഭിനയിക്കാം. അതായത് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ശ്രീരാമൻ രണ്ടാമതും ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ദേഷ്യം പൂണ്ടിട്ടുള്ള ലളിതയാണ്, രൗദ്രരസമാണ് ഇവിടെ വരുന്നത്. അത് എന്നെ ഇനിയും ഈ ലക്ഷ്മണൻ എന്നെ ഇനിയും ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഒരു തവണ ഉപേക്ഷിച്ചിട്ടാണ് ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നത്, അപ്പോൾ ഇനിയും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള രാക്ഷസി രൂപം തന്നെ സ്വീകരിച്ചിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഷിജോ ഒന്ന് പേടിച്ചു നിന്നല്ലേ രൗദ്രഭാവം കണ്ടിട്ട്? എവിടേക്കാണ് ഇപ്പോൾ പരിപാടികൾ അവതരിപ്പിക്കാൻ പോകാറുള്ളത്? ഈ
ഇപ്പോൾ സ്ഥിരമായിട്ട് അവതരിപ്പിച്ചു വരുന്നത് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളൊരു കൂട്ടം കലാകാരന്മാരുടെ ഒരു സ്വന്തമായിട്ടൊരു എഫർട്ട് എടുത്ത് സമ്പൂർണ്ണമായിട്ട് ശ്രീകൃഷ്ണ ചരിതം മാസത്തോറും 2-3 ദിവസമായിട്ട് ഒരു പരമ്പരയായിട്ട് അവതരിപ്പിച്ചു വരുന്നു. പിന്നെ കേരളത്തിനകത്ത് മിക്കവാറും എല്ലാ ജില്ലകളിലും പരിപാടി പോയിട്ടുണ്ട്. പുറത്തും കേരളത്തിലും പുറത്തും വളരെ കുറച്ച് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ കിതക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. തീർച്ചയായും. ഇപ്പോൾ എന്താണ് ശരിക്കും നങ്ങ്യാർകൂത്തിന് അല്ലെങ്കിൽ ഇനി കലയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്ക് ചെയ്യാനുള്ളത്? എന്തായിരിക്കും അവസാനമായി പ്രേക്ഷകർക്ക്? ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അത് വളരെ വിഷമകരമായിട്ട് പറയട്ടെ, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊന്നും തന്നെ കലയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. വളരെ കുറച്ച് സംഭാവനകൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതും പര്യാപ്തമല്ല. കുറച്ചുകൂടി ഈ കലകളെ പോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിപാടികളും മറ്റും സംഘടിപ്പിച്ച് വർക്ക്ഷോപ്പുകൾ സ്കൂളുകളിലും കോളേജുകളിലും യുവതലമുറയെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ നടത്താം. പക്ഷെ അതെല്ലാം സാമ്പത്തിക പരാധീനത കൊണ്ട് ഒരു വ്യക്തിക്ക് നടത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവേണ്ട പ്രോത്സാഹനമാണ്. അങ്ങനെ ഉണ്ടായി തീർച്ചയായിട്ടും ഈ കല കുറച്ചുകൂടി ജനങ്ങളുടെ മുമ്പിലേക്കെത്തും. ആസ്വദിക്കാൻ വളരെ ആകർഷണീയമായിട്ടുള്ള കലയാണ്. കഥ മനസ്സിലാക്കി ആസ്വദിച്ചാൽ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കലയാണ്. അപ്പം അതിൻ്റെ പ്രചാരത്തിന് കുറച്ചുകൂടി നമ്മളിതുപോലെ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. പുതിയ ആളുകൾ കൂടി കടന്നു വരേണ്ടിയിരിക്കുന്നു. ഈ കലാമണ്ഡലം ഇല്ല എന്നിരുന്നെങ്കിൽ ഇത് അന്യം പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെ 65 മുതൽ കലാമണ്ഡലത്തിൽ അന്യ സമുദായക്കാരെ അഭ്യസിപ്പിച്ച് തുടങ്ങിയതിന് ശേഷം ഇന്ന് ഈ കല ഭദ്രമാണെന്ന് തന്നെ പറയാം. അതുവരെ ഇത് അന്യം നിന്ന് പോകുമായിരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും പൈങ്കുളം രാമചാക്യാരാശാൻ ഇങ്ങനെയൊരു വളരെ എഫർട്ട് എടുത്തുകൊണ്ടാണ്, വളരെ ക്ലേശങ്ങൾ സഹിച്ച അന്നത്തെ യാഥാസ്ഥിതിക സമുദായത്തിൽ വളരെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതര സമുദായക്കാരെ അഭ്യസിപ്പിച്ചതും ഒരു നല്ലൊരു ശിഷ്യവൃന്ദത്തെ വാർത്തെടുത്തതും. ഇന്ന് ആ സാഹചര്യം ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ഞങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. എന്തായാലും തീർച്ചയായും ഇത്തരത്തിലുള്ള കലകളെ പരിപോഷിപ്പിക്കേണ്ട ആവശ്യകത കാലത്തിൻ്റേത് തന്നെയാണ്. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടറിൻ്റെ അതിഥിക്കുള്ള സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയതിന്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുന്ന എല്ലാവർക്കും. മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനിയൊരു ഇടവേള.